സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 മെയിൻ കോൺസെപ്റ്റ് ടൈം ട്രാവൽ ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം സീസൺ 4 വെക്ന 4 പേരെയാണ് ടാർഗറ്റ് ചെയ്തത്. അതേപോലെ സീസൺ 5 വെക്ന 12 പേരെയാണ് ടാർഗറ്റ് ചെയ്തത്. സോ ടോട്ടൽ 16 പേരെയാണ് വെക്ന ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വൈ 16? കാരണം വെക്ന ഒരു ഹൈപ്പർ ക്യൂബ് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. ജിയോമെട്രിയിൽ ഒരു ടെസറാക്ട്, അതായത് ഒരു 4 ഡയമെൻഷൻ ഹൈപ്പർ ക്യൂബിന് കറക്റ്റ് 16 വെർട്ടിസസ് ആണ് ഉള്ളത്. സോ ഈ ഒരു 16 സോൾസിനെയും വെക്ന ഒരു സ്റ്റെബിലൈസേഷൻ നോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ എന്തിന്റെ സ്റ്റെബിലൈസേഷൻ നോഡ്? ഒരു ബിഗ് ടെസറാക്ടിന്റെ സ്റ്റെബിലൈസേഷൻ നോഡായിട്ടാണ് ഈ ഒരു 16 സോൾസിനെയും വെക്ന യൂസ് ചെയ്യുന്നത്. അതേപോലെ വെക്ന ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ഗേറ്റ് അല്ല ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. പകരം ഡയമെൻഷൻസ് തമ്മിലുള്ള ഒരു പെർമനന്റ് പോർട്ടൽ ഉണ്ടാക്കാനാണ് വെക്നയുടെ പ്ലാൻ. അതേപോലെ വോളിയം 2 ട്രെയിലറിൽ ഒരു ജയന്റ് റെഡ് സ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ഡാർക്കിലെ ഗോഡ് പാർട്ടിക്കിൾസുമായിട്ട് എക്സാക്ട്ലി മാച്ചിങ് ആണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റെഡ് സ്ഫിയർ എന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റി ആണ്. ഇത് വെച്ചിട്ട് വെക്ന പ്രസന്റ് വേൾഡിനെ 1983 ഫ്രോസൺ വേൾഡ് ആയിട്ട് റീറൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഫോളോ ചെയ്യുക.